2026 February 14th Saturday 10 PM 24-hour ബോസ്റ്റൺ പ്രയർ ലൈനിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വമുള്ള നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ വീണ്ടും അറിയിക്കുന്നു. ചില ആഴ്ചകൾക്ക് ശേഷം ഇന്ന് രാത്രിയിൽ നമ്മുടെ മധ്യത്തിൽ ദൈവജനവുമായി കർത്താവിന്റെ ദാസൻ പാസ്റ്റർ VT ജോസ് ആണല്ലോ കടന്നു വന്നിരിക്കുന്നത്. ഞങ്ങൾ സഭയായി ദൈവദാസനെ ഈ ആത്മീക ശുശ്രൂഷയ്ക്കായും പ്രാർത്ഥനയ്ക്കായും ഞങ്ങൾ ഈ ലൈനിലേക്ക് ക്ഷണിക്കുമ്പോൾ ഞങ്ങൾ ഒത്തിരി സന്തോഷവും പങ്കുവെക്കുകയാണ്. കാരണം ഇന്ത്യയിൽ കടന്നുപോയി ആ ദിവസങ്ങൾ എല്ലാം ഹല്ലേലൂയ വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക ശുശ്രൂഷയിൽ താൻ വ്യാപൃതനായിരുന്നു എന്നുള്ളത് ഇവിടെ ഇരുന്നുകൊണ്ട് കാണുവാൻ എനിക്കും ഇടയായി. ജനറൽ കൺവെൻഷനിൽ അനുഗ്രഹീതമായ സന്ദേശം കൊടുക്കുവാൻ ദൈവം കൃപ ചെയ്തു. കരിയമ്പ്ലാവ് കൺവെൻഷനിലെ അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജ് കേൾക്കുവാനും ദൈവം കൃപ നൽകി. കരിയമ്പ്ലാവ് കൺവെൻഷനിലെ അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജ് കേൾക്കുവാനും ദൈവം കൃപ നൽകി. ഡൂളോസ് ബൈബിൾ സെമിനാരിയുടെ ഗ്രാജുവേഷൻ സെറിമണി ഏറ്റവും അനുഗ്രഹപ്രദമായി. അതിലൊക്കെ നടന്ന ആ സാക്ഷ്യങ്ങളൊക്കെ വളരെ ഹൃദയസ്പർശിയായിരുന്നു. അവരുടെയൊക്കെ സാക്ഷ്യം ആസ്വദിച്ച് ഈ പ്രയർ ലൈനിൽ ഒരു ദിവസവും ഒന്ന് കൊണ്ടുവന്നിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുകയാണ്. അതും വളരെ അനുഗ്രഹപ്രദമായി കാണുവാനിടയായി. അതുപോലെ കർണാടക സ്റ്റേറ്റ് കൺവെൻഷനിലും ഏറ്റവും ശ്രേഷ്ഠമേറിയ സന്ദേശങ്ങൾ അറിയിക്കുവാൻ ദൈവം തന്റെ ദാസനെ ബലപ്പെടുത്തി. അങ്ങനെ തിരക്കുള്ള യാത്രകൾ തക്ക സമയത്ത് അതൊന്നും ഗണ്യമാക്കാതെ ഞങ്ങളുടെ മധ്യത്തിൽ ഇന്ന് രാത്രിയിൽ കടന്നു വന്നതിൽ ഞങ്ങൾക്ക് ഏവർക്കും അത്യധികം സന്തോഷമുണ്ട്. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആത്മീയ ശുശ്രൂഷയ്ക്കും പ്രാർത്ഥനയ്ക്കുമായി സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഞങ്ങൾ ഈ പ്രയർ ലൈനിലേക്ക് കർത്തൃദാസനെ സ്വാഗതം ചെയ്യുന്നു. സ്തോത്രം. താങ്ക് യു വെരി മച്ച്. എന്റെ പ്രിയ സഹോദരി ആനമി, മറ്റു ലൈനിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായും കർത്താവിന്റെ നാമത്തിൽ സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരിക്കൽ കൂടെ ദൈവസ്ഥലത്തിൽ നമുക്കായിരിക്കാൻ കർത്താവെന്ന സമയത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. മുഖവുര കൂടാതെ ഒരു വേദഭാഗത്തേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. എബ്രായ ലേഖനം 12-ാം അധ്യായം 3-4 വാക്യങ്ങൾ പ്ലീസ്. Hebrews chapter 12 verse 3 and 4. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട് ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവീൻ. പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്തു നിന്നിട്ടില്ല. ആമേൻ. താങ്ക് യു സിസ്റ്റർ. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവീൻ. പ്രൈസ് ലോർഡ്. ഇന്ന് രാത്രി ഈ വചനത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കണമേ. വിളിയാലുള്ള ആശയനെന്ന് മനസ്സിലാക്കുവാൻ കൃപ തരണമേ. എന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. സംസാരിപ്പാടിന് കൃപ നൽകണമേ. കുറവുകളെ ഓർക്കല്ലേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരുപ്പാൻ. സ്തോത്രം. വിശ്വാസ ജീവിത യാത്രയിൽ എബ്രായ ക്രിസ്ത്യാനികൾ വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. കർത്താവിന് സ്തോത്രം. എന്നാൽ യഹൂദ മതത്തിന്റെയും ന്യായപ്രമാണത്തിന്റെയും അടിമത്ത നുകത്തിൽ നിന്നും അവർ ക്രിസ്തീയ സ്വാതന്ത്ര്യം പ്രാപിച്ച വിശ്വാസത്തിന് അധീനരായി തീർന്നു എന്ന് നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ യഹൂദ മതം വിട്ട് ക്രിസ്തീയ മതത്തിലേക്ക് വന്നപ്പോൾ അവർക്കുണ്ടായ പോരാട്ടങ്ങൾ ഭീകരമായിരുന്നു. അതികഠോരമായ പരിശോധനകൾ, കഷ്ടതകൾ അവരുടെ ജീവിതത്തിൽ വിശ്വാസത്തിന് വേണ്ടി അവർ സഹിക്കേണ്ടി വന്നു. ലേഖനകാരൻ പറയുകയാണ്, വിട്ടുപോകുന്നിരുന്നതിനെ ഓർത്തിരുന്നെങ്കിലും മടങ്ങിപ്പോകുവാൻ ഇടയുണ്ടായിരുന്നു എന്ന് പറയുന്നത് പോലെ യഹൂദ ദേവാലയങ്ങളും അതിന്റെ ആഡംബരങ്ങളും പൗരോഹിത്യ രീതികളും ശുശ്രൂഷകളും ഒക്കെ വിട്ട് വിശ്വാസത്തിന് വേണ്ടി അവർ ഇറങ്ങിപ്പുറപ്പെട്ടതാണ് എബ്രായ ക്രിസ്ത്യാനികൾ. എന്നാൽ ജീവിതത്തിന്റെ പരീക്ഷണങ്ങൾ ഉണ്ടായപ്പോൾ, പരിശോധനകൾ ഉണ്ടായപ്പോൾ, കഷ്ടതകൾ ജീവിതത്തിലുണ്ടായപ്പോൾ അവർ മടങ്ങിപ്പോകുവാൻ ആഗ്രഹിച്ചു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. വിശ്വാസത്തിൽ പിടിച്ചു നിൽക്കുന്നത് ബുദ്ധിമുട്ടായി അവർക്ക് തോന്നി. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിന്റെ ഒരു പ്രധാന വിഷയം എൻഡ്യൂറൻസ് ഇൻ ക്രൈസ്റ്റ്. സഹിഷ്ണുതയോടെ വിശ്വാസത്തിൽ പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ്.
വിശ്വാസത്തിൽ പിടിച്ചു നിൽക്കണമെന്ന് അപ്പോസ്തലനായ പൗലോസ് അവരെ ഓർപ്പിക്കുകയാണ്. മോശയെ വലുതായി കരുതിയിരുന്ന ജനം പൗലോസ് അവരോട് പറഞ്ഞു, മോശയല്ല വലുത്, കർത്താവായ യേശു ക്രിസ്തുവാണ്. ന്യായപ്രമാണമല്ല വലുത്, കൃപയുടെ പ്രമാണമാണ് വലുത്. യെരൂശലേമിലെ ദേവാലയമല്ല വലുത്, ഇവിടെ ദേവാലയത്തെക്കാൾ ഉന്നതനായവരുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് യേശുക്രിസ്തുവിന്റെ പ്രത്യേകതകൾ ജനത്തോട് വിളിച്ചറിയിക്കുന്ന ഒരു പുസ്തകമാണ് എബ്രായ ലേഖനം എന്ന് പറയുന്നത്. യേശുക്രിസ്തു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ, യേശുക്രിസ്തു അബ്രഹാമിനേക്കാൾ ശ്രേഷ്ഠൻ, യേശുക്രിസ്തു അഹരോനേക്കാൾ ശ്രേഷ്ഠൻ, യേശുക്രിസ്തു ദേവാലയത്തെക്കാൾ ശ്രേഷ്ഠൻ എന്നിങ്ങനെ പറഞ്ഞ് ദേവാലയത്തെക്കാൾ, യാഗങ്ങളെക്കാൾ, അർപ്പണങ്ങളെക്കാൾ, മഹാപുരോഹിതന്മാരെക്കാൾ ഒക്കെ ശ്രേഷ്ഠനെന്ന് പറഞ്ഞുകൊണ്ട് ലേവ്യ പൗരോഹിത്യന്റെ ശ്രേഷ്ഠതയല്ല, ക്രൈസ്തവ പൗരോഹിത്യത്തിന്റെ ശ്രേഷ്ഠത മോശയല്ല, യേശുക്രിസ്തുവാണ് ശ്രേഷ്ഠ മഹാപുരോഹിതനെന്ന് ഉറപ്പിച്ചുകൊണ്ട് അവരെ വിശ്വാസത്തിൽ ഉറയ്ക്കുവാനാണ് അപ്പോസ്തലനായ പൗലോസ് ശ്രദ്ധിച്ച് എബ്രായ ലേഖനം എഴുതുവാനിടയായി തീർന്നത്. ദൈവത്തിന് സ്തോത്രം. അവരോട് പൗലോസ് പറയുകയാണ്, ഒരിക്കൽ പ്രകാശനം ലഭിച്ച ശേഷം സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിക്കൂടാ. സ്തോത്രം. നിങ്ങൾ ആ ഭാഗം ശ്രദ്ധിക്കണം. ഒരിക്കൽ പ്രകാശനം ലഭിച്ച ശേഷം സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയിക്കൂടാ എന്ന് ഒരു ശക്തമായ വാണിംഗ് എബ്രായ വിശ്വാസികൾക്ക് അപ്പോസ്തലനായ പൗലോസ് എബ്രായ ലേഖനത്തിൽ കൂടെ കൊടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരിക്കൽ കൃപയിലേക്ക് വന്നവർ മടങ്ങി പിന്മാറിപ്പോയിക്കൂടാ. ഏത് കഷ്ടം സഹിച്ചാലും, ഏത് പ്രയാസം സഹിച്ചാലും, എന്ത് രോഗം വന്നാലും, എന്ത് ദുഃഖം വന്നാലും, ജീവിതത്തിൽ എന്ത് നെടുവീർപ്പിൽ കൂടെ കടന്നു പോകേണ്ടി വന്നാലും, കണ്ണുനീരിന്റെ അവസ്ഥയുണ്ടായാലും, രോഗത്തിന്റെ മൂർധന്യത ഉണ്ടായാലും, വിശ്വാസത്തിൽ പിന്മാറിപ്പോകാനുള്ള ചിന്ത ഹൃദയത്തിൽ കടന്നു വരരുത്. വിശ്വാസത്തിൽ മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് അപ്പോസ്തലനായ പൗലോസ് അവരെ ഓർപ്പിക്കുകയാണ് എബ്രായ ലേഖനത്തിൽ കൂടെ. അദ്ദേഹം പറയുകയാണ്, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ വിശ്വാസത്തിലേക്ക് കടന്നു വന്ന ആദിമ നാളുകളുടെ വിശ്വാസത്തിന്റെ തീവ്രത വലുതായിരുന്നു. വിശ്വാസത്തിന് വേണ്ടി എന്തും ഏതും സഹിക്കുവാൻ അവർ തയ്യാറായിരുന്നു. അവരുടെ സമ്പത്തുകൾ പ്രിയപ്പെട്ടവർ ബലാത്കാരമായി പിടിച്ചെടുത്തപ്പോൾ പല കാര്യങ്ങളും നമ്മെ ക്ഷീണിപ്പിച്ചു പോകും, നമ്മെ മടുപ്പിച്ചു. ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കരുത്. അങ്ങനെ ക്ഷീണിക്കാതിരിക്കാൻ, മടുക്കാതിരിക്കാൻ ക്രിസ്തുവിനെ ധ്യാനിച്ചു കൊള്ളണം. ദൈവത്തിന് സ്തോത്രം. കാരണം യേശു ക്രിസ്തുവിന്റെ ജീവിത യാത്രയിൽ തനിക്കുണ്ടായിരുന്ന പീഡനങ്ങളും പരിഹാസങ്ങളും നിന്ദകളും അപമാനങ്ങളും എല്ലാം മുമ്പിൽ വെച്ചുകൊണ്ട് ക്രൂശിനെ സന്തോഷത്തോടെ സഹിച്ചു. അതുകൊണ്ട് നാം ചിന്തിക്കേണ്ടത് കർത്താവിനെയാണ്. അന്യർ നമ്മെ ദുഷിക്കുമ്പോൾ, പരിഹാസങ്ങൾ ഉണ്ടാകുമ്പോൾ, ജീവിതത്തിൽ കഷ്ടതകൾ ഉണ്ടാകുമ്പോൾ, നാം ചെയ്യാത്ത കാര്യത്തിന് മറ്റുള്ളവർ നമ്മെ നിന്ദിക്കുകയും അവമാനിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ക്രിസ്തുവിനെ ധ്യാനിക്കുക എന്നുള്ളതാണ് അപ്പോസ്തലനായ പൗലോസ് എബ്രായ ലേഖനത്തിൽ കൂടെ നമ്മെ ഓർപ്പിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചോൾവീൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കഷ്ടതയാണ് നാം ധ്യാനിക്കേണ്ടത്. ദൈവത്തിന് സ്തോത്രം. കർത്താവ് സഹിച്ച വേദനയാണ് നാം ധ്യാനിക്കേണ്ടത്. നമുക്ക് വേണ്ടി എടുത്ത മരക്കുരിശ് ചുമന്നുകൊണ്ട് നടന്നതിനെയാണ് നാം ധ്യാനിക്കേണ്ടത്. നമുക്ക് വേണ്ടി നിന്നയേറ്റ്, തുപ്പലേറ്റ്, പരിഹാസപാത്രമായി നിന്ന പാത്രമായി തീർന്നതിന് ഏത് വിഷയങ്ങളുടെ മധ്യത്തിൽ നാം ധ്യാനിക്കേണ്ടത് ക്രിസ്തുവിനെയാണ്. പ്രസംഗികളുടെ പ്രഭുവായിരുന്ന സ്പർജൻ ഒരിക്കൽ തന്റെ ചെറിയ പ്രായത്തിൽ ഒരു പള്ളിയിലേക്ക് പോയി. എന്നാൽ മഞ്ഞ് വീഴ്ച കാരണം തൊട്ടടുത്തുള്ള പള്ളിയിൽ കയറി ചെന്നു. അവിടെ ചെന്നപ്പോൾ ആ പള്ളിയിലെ പട്ടക്കാരൻ അല്ലെങ്കിൽ പാസ്റ്റർ അന്ന് വന്നെത്തിയിട്ടില്ല. പകരം വൃദ്ധനായ ഒരു മനുഷ്യനാണ് പുൾപിറ്റിൽ കയറി നിന്നുകൊണ്ട് അന്ന് പ്രസംഗിച്ചത്. സ്പർജന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയ ഒരു പ്രസംഗമായിരുന്നു അത്. ക്രിസ്തുവിനെ രക്ഷകനായി താൻ അവിടെ വെച്ച് അംഗീകരിക്കുകയാണ് ഉണ്ടായത്. ആ വൃദ്ധനായ മനുഷ്യൻ പ്രസംഗിച്ചത്, യെശയ്യാ പ്രവചനത്തിൽ നിന്നും സകല ഭൂവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷകൊള്ളുവീൻ എന്നുള്ള വാക്യശകലം
ആ വൃദ്ധനായ സുവിശേഷകൻ എഴുന്നേറ്റ പുൾപിറ്റിൽ നിന്നുകൊണ്ട് പ്രസംഗിച്ചു. തനിക്ക് പ്രസംഗിക്കാൻ വലിയ പാഠവുമില്ലായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: നോക്കുക, ആർക്ക് വേണമെങ്കിലും നോക്കാം, പ്രായമുള്ള വ്യക്തിക്ക് നോക്കാം, ചെറുപ്പക്കാരനും നോക്കാം, ശിശുവിനും നോക്കാം, നോക്കാൻ ആർക്കും സാധ്യമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി നിങ്ങൾ നോക്കുക. നോക്കുന്നതിന് വിദ്യാഭ്യാസം വേണ്ട, നോക്കുന്നതിന് ഡിഗ്രി വേണ്ട, നോക്കുന്നതിന് ഭൗതികമായ മറ്റ് യാതൊരു ആവശ്യമില്ല. ആർക്കും നോക്കാം. സകല ഭൂവാസികളുമായുള്ളവര് എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷകൊള്ളുവീൻ. എന്നിട്ട് ക്രിസ്തുവിനെ അദ്ദേഹം ആ പ്രസംഗപീഠത്തിൽ അല്പമായി ഉയർത്തി ദൈവത്തിന് സ്തോത്രം സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, നോക്കുക, ക്രിസ്തുവിനെ നോക്കുക. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി നിങ്ങളുടെ ഹൃദയത്തിൽ എന്തെങ്കിലും അടുപ്പോ ക്ഷീണമോ വിശ്വാസ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, look at Jesus Christ, who is the author and finisher of our faith. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിനെ നോക്കുക. ദൈവത്തിന് സ്തോത്രം. നോക്കുന്നതിന് വിദ്യാഭ്യാസം വേണ്ട, നോക്കുന്നതിന് പ്രായപരിധിയില്ല, ആർക്കും നോക്കാം. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രി എനിക്ക് നിങ്ങളോട് പറയുവാനുള്ള, ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ ക്രിസ്തുവിനെ നോക്കുക, ക്രിസ്തുവിനെ നോക്കുക. നമ്മുടെ ഫോക്കസ് കർത്താവിലായിരിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ജീവിതത്തിൽ മറ്റുള്ള കാര്യങ്ങൾ ചിന്തിച്ചാൽ നാം പതറിപ്പോകും. മറ്റുള്ളവരെ നോക്കിയാൽ നാം പതറിപ്പോകും. പിന്മാറുവാൻ സാധ്യതയുണ്ട്. വിശ്വാസം വിട്ടുകളയുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി എനിക്ക് പറയുവാനുള്ളത്, let us focus upon Jesus. നമ്മുടെ ഫോക്കസ് ക്രിസ്തുവിലായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഞാനൊരു കാര്യം നിങ്ങളെ ഓർപ്പിക്കട്ടെ. നോഹയോട് ദൈവം പെട്ടകം പണിയാൻ പറഞ്ഞു. നോഹയുടെ ഫോക്കസ് പെട്ടകത്തിലായിരുന്നില്ല. നോഹയുടെ ഫോക്കസ് തന്നെ ഏൽപ്പിച്ച പണിയിലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അബ്രഹാമിനോട് ദൈവം കൽദയപട്ടണമായി ഊരിവിട്ട് കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുവാനെന്ന് പറഞ്ഞപ്പോൾ അബ്രഹാമിന്റെ ഫോക്കസ് ഏതെങ്കിലും നഗരമായിരുന്നില്ല. അബ്രഹാമിന്റെ ഫോക്കസ് ക്രിസ്തുവായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ദാവീദ് രാജാവ് കൊട്ടാരത്തിൽ ഇരിക്കുമ്പോഴും ദാവീദിന്റെ ഫോക്കസ് കൊട്ടാരത്തിലോ സൈന്യത്തിലോ ആയിരുന്നില്ല. എനിക്കൊരാഗ്രഹമുണ്ട്. എനിക്ക് യഹോവയുടെ മനോഹരത്വം കാണണം, അവന്റെ മന്ദിരത്തിൽ ധ്യാനിക്കണം. ദൈവത്തിന് സ്തോത്രം. ദാവീദിന്റെ ഫോക്കസ് ദൈവത്തിലായിരുന്നു. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. മറിയ മഗ്ദലനക്കാരി മറിയയുടെ ഫോക്കസ് അടഞ്ഞു കിടന്ന കല്ലറയായിരുന്നില്ല. അവൾ കാണുവാൻ പോകുന്ന ക്രിസ്തുവിന്റെ രൂപമായിരുന്നു അവളുടെ ഫോക്കസ് എന്ന് ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. സ്തെഫാനോസ് കല്ലേറേറ്റ് മരണത്തോടെടുത്തപ്പോഴും തന്റെ ഫോക്കസ് തന്നെ കല്ലെറിയുന്നവരോടായിരുന്നില്ല. തന്റെ ഫോക്കസ് തനിക്ക് നേരെ പാഞ്ഞു വരുന്ന കല്ലായിരുന്നില്ല. സ്തെഫാനോസിന്റെ ഫോക്കസ് ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ എഴുന്നേറ്റ് ക്രിസ്തുവിലായിരുന്നു എന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിനെ ധ്യാനിക്കുക. അപ്പോസ്തലനായ പൗലോസ് കല്ലേറേറ്റ് ലുസ്ത്രയിൽ വെച്ച് മരണത്തോളം എടുത്തു. ദൈവത്തിന് സ്തോത്രം. എഫെസോസിൽ തനിക്ക് പൂമാലയുമായി തന്നെ സ്വീകരിക്കുവാൻ ആളുകൾ വന്നു. ദൈവത്തെ പോലെ കരുതി. ദൈവത്തിന് സ്തോത്രം. അതിലൊന്നും പൗലോസ് ഫോക്കസ് ചെയ്തില്ല. പൗലോസിന്റെ ഫോക്കസ് വിളിച്ച ക്രിസ്തുവിലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അബ്രഹാമിനെയും ലോത്തിനെയും നിങ്ങൾ പരിശോധിക്കൂ. ലോത്തിന്റെ ഫോക്കസ് മുഴുവൻ നീരോട്ടമുള്ള ഭൂപ്രദേശമായിരുന്ന സോദോമായിരുന്നെങ്കിൽ അബ്രഹാമിന്റെ ഫോക്കസ് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരമായിരുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സോളമന്റെ ജീവിതം നിങ്ങൾ നോക്കൂ. സോളമന്റെ ജീവിതം പരാജയപ്പെട്ടതിന്റെ കാരണം ദൈവവനെ രാജസ്ഥാനത്താക്കിയെങ്കിലും പിന്നീട് തന്റെ ഫോക്കസ് ദൈവത്തിൽ നിന്ന് മാറിപ്പോയി. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കുന്നു, ജീവിതം വിജയിക്കണമെങ്കിൽ, വിശ്വാസ ജീവിതത്തിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ഫോക്കസ് ഓൺ ജീസസ് ക്രൈസ്റ്റ്. ദൈവത്തിന് സ്തോത്രം. 3.5 വർഷക്കാലം കർത്താവിനോട് കിടന്നാണ് ജൂദാസ് ഇസ്കരിയോത്ത്. തന്റെ ഫോക്കസ് ക്രിസ്തുവിലായിരുന്നില്ല, തന്റെ പണസഞ്ചിയിലായിരുന്നു. ഇന്ന് രാത്രി നമ്മുടെ ഫോക്കസ് എവിടെയാണ്? നാം ആരെയാണ് നോക്കേണ്ടത്? ദൈവത്തിന് സ്തോത്രം. ഫോക്കസ് ഓൺ ഗോഡ്, നോട്ട് ദ മെറ്റീരിയൽ തിങ്സ്. പ്രൈസ് ദി ലോർഡ്. വിശ്വാസ ജീവിതത്തിൽ മടുപ്പുണ്ടാകുമ്പോൾ, ജീവിതത്തിൽ ക്ഷീണിക്കുമ്പോൾ നമുക്ക് ക്രിസ്തുവിനെ ധ്യാനിക്കുവാൻ, നമ്മുടെ ഫോക്കസ് ക്രിസ്തുവിലായിരിക്കാൻ കർത്താവ് ഇടയാക്കട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു.
സംഖ്യാപുസ്തകം 21 അധ്യായം 4 മുതലുള്ള ചില ഭാഗം